ഇന്ന് ആക്കുളം വഴി കടന്നു പോകുമ്പോഴാണ് കായലോരം ശ്രദ്ധിച്ചത്. പതിവിലും അധികം വെള്ളം കയറിയിരിക്കുന്നു. മഴക്കാലമല്ലാതിരുന്നിട്ടും വണ്ടി പാർക്കിംഗ് ഏരിയ മുഴുവൻ കായൽ വെള്ളം കയറിയിട്ടുണ്ട്. കൂടാതെ നടപ്പാതയും വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഓർത്തത്, രാവിലെ പത്രവാർത്ത മുതലപ്പുഴി അടഞ്ഞിരിക്കുന്നത് കാരണം പല ഭാഗത്തും വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു അത്രേ. എനിക്ക് കാര്യം മനസ്സിലായി. ഉറപ്പായും വേളി പൊഴിമുഖവും അടഞ്ഞിട്ടുണ്ടാവും. വണ്ടി നേരെ വേളിക്ക് വിട്ടു. ചെന്നപ്പോൾ കടൽ വല്ലാതെ ഇറങ്ങിയിരിക്കുന്നു. കര വലുതായിട്ടുണ്ട്. അത് കാണാനായിട്ട് കുറച്ച് പിള്ളേരും കുടുംബക്കാരും ഒക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, അവിടെ ആസ്വദിക്കുന്നുണ്ട്. നല്ല തിര വരുമ്പോൾ ഓടിക്കയറിയും വെള്ളത്തിൽ നനഞ്ഞും അവർ ഉല്ലസിക്കുന്നു. കുറച്ചപ്പുറത്ത് 2-3 പയ്യന്മാർ റീൽസൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു സന്തോഷം. ആ പൊരിവെയിലത്തും ആൾക്കാരുണ്ടല്ലോ ഒരു ബീച്ചിൽ വരാനൊക്കെ ആരെങ്കിലുമൊക്കെ. കുറച്ചകലെ JCB കൊണ്ട് പൊഴി മുറിക്കുന്നതായിട്ട് തോന്നിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴേക്കും JCB പയ്യൻ വലിയ കാര്യമായി തന്നെ പൊഴി മുറിക്കുകയാണ്. സാവധാനം JCBയുടെ കൈ കൊണ്ട് മണ്ണ് മാന്തി നൈസായിട്ട് അങ്ങനെ പണിയെടുക്കുകയാണ്. കുറേ നേരം ഞാനത് നോക്കി നിന്നു. ആ ഒരു കായലിൽ നിന്നും ചെറുതായിട്ട് തോട് കീറി വളരെ സുരക്ഷിതമായിട്ട് ആ JCB ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചാല് കീറി നേരെ കടലിലേക്ക് എത്താറായി. കുറച്ച് മീറ്ററുകൾ കൂടി കഴിഞ്ഞാൽ അത് കടലിലേക്ക് അങ്ങ് എത്തും. അത് കാണാനൊക്കെ നല്ല രസമായിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ അത്രയും നേരം എനിക്കിവിടെ നിൽക്കാൻ സമയമില്ല. ഉറപ്പായിട്ടും തിരിച്ചു പോയേ പറ്റുള്ളൂ. ഒരു ആയാസവുമില്ലാതെ ജോലി ചെയ്യുന്ന കണ്ടാൽ ഇതൊക്കെ വളരെ സിമ്പിളാണെന്ന് തോന്നും. ആ പൊരിവെയിലത്ത് അത് കാണാനും ഇവിടെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേര് വന്ന് നോക്കി പോകുന്നുണ്ട്. എന്തായാലും സമയക്കുറവ് മൂലം ഞാൻ ഇവിടെ നിന്ന് പോയി. JCBയുടെ കൈക്രിയയും വിക്രിയൊക്കെ കണ്ട ശേഷം നേരെ ആ കായൽ തീരത്തേക്ക് നടന്നു. അവിടെ മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. ആ ഒരു ടൂറിസം വില്ലേജിലേക്കുള്ള വഴിഭാഗം മുഴുവൻ വെള്ളം കയറി അടഞ്ഞുപോയി. കടകൾ ഏറെയും അടച്ചിട്ടിട്ടുണ്ട്. കടക്കാരെയൊന്നും കാണാനുമില്ല. പിന്നെ കായൽ കാഴ്ചകൾ കാണാനും ആൾ തീരെ കുറവായിട്ട് തോന്നി. വരാൻ പോകുന്ന മഴക്കാലത്തിന് മുൻപായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഔദ്യോഗികമായ ആ ഒരു ദീർഘവീക്ഷണ കുറവിൻ്റെ അഭാവമാണ് ഇത്തരം കെടുതികൾക്ക് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഭവം തോന്നണ്ട. അത് തന്നെയാണ്. കാരണം ഇത് കാലാകാലങ്ങളിൽ എല്ലായ്പ്പോഴും ഇവിടെ സംഭവിക്കുന്ന ഒരു വിപത്താണ്. ഒരു മുൻകരുതൽ ഇനിയെങ്കിലും എടുത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നേരെ ആ ഒരു സിമൻറ്റ് നടപ്പാതയുണ്ട്. അതുവഴി കുറേ ദൂരം നമുക്ക് നടന്നു പോകാൻ പറ്റും. അതാകെ പൊളിഞ്ഞ് നാശമായി. അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളോ അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണമോ ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പോക്കാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതും പൂർണ്ണമായി നശിച്ചു പോകും. അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ വേളി അതിൻ്റെ ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെയും പിള്ളേരൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സാധാരണ വലിയ വലിയ ബസ്സുകളും ആൾക്കാരും തിരക്കും കടകളുടെ ഒരു ഉണർവും ഒരു ബഹളവും ബലൂൺ കാരനും ഒക്കെ ഉണ്ടാവും. അതൊന്നും കാണാനില്ല. ആകപ്പാടെ ഒരു മ്ലാനത, ഒരു മന്ദത. എനിക്ക് എന്താണെന്നറിയില്ല. ഒരു പക്ഷേ സീനറിൽ അറ്റാക്കിൻ്റെയൊക്കെ പൾസം ഉണ്ടായിരിക്കാം. ടൂറിസം മേഖലയുടെ ഒരു വീഴ്ച എല്ലാം കൂടെ. ഓക്കെ, എന്തായാലും കാര്യങ്ങൾ നന്നായി വരുമെന്ന് പ്രത്യാശിക്കാം. താങ്ക് യു.